നോക്കാമല്ലോ. ആ ദേവാനോസ് അപ്പോസ്തലൻ തന്നെ ആ കല്ലെറിയുന്നതായ ആ നിമിഷത്തിൽ പോലും സ്വർഗം തുറന്നിരിക്കുന്ന ഒരു കാഴ്ചയല്ലേ കണ്ടത്. നമ്മളിൽ എത്ര പേർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ വേദനിക്കുന്ന അനുഭവത്തില് ഇപ്രകാരം സ്വർഗത്തിലെ അപ്പന്റെ മുഖമൊന്ന് കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ അപ്പച്ചന്റെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ, സ്വർഗം തുറന്നിരിക്കുന്ന അനുഭവം ഒന്ന് കാണുവാൻ, പിതാവിന്റെ വലത്തുഭാഗത്ത് മനുഷ്യപുത്രൻ ഇരിക്കുന്നതായ കാഴ്ചകളെ, ആ സ്വർഗീയ ദർശനങ്ങളെ, വേദനയുടെ അനുഭവത്തിലൂടെ തീച്ചുളയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ സ്വർഗീയ പിതാവിന്റെ സ്വർഗീയ ദർശനങ്ങളെ കാണുവാൻ തക്കവണ്ണം നമ്മളിൽ എത്ര പേർക്ക് കഴിയുന്നു. ഹല്ലേലൂയ. അരുളി ചെയ്ത ദൈവം ഒരു വിശ്വസ്തനാണ്. നമ്മളെ കർത്താവ് നമ്മളോട് പലപ്പോഴായി പല ദൈവ ആലോചനകള്, പല വാഗ്ദത്തങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുളി ചെയ്തവൻ നിവർത്തിപ്പാൻ വിശ്വസ്തനെന്ന് ഉറച്ചു വിശ്വസിക്കുക തന്നെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അരുളി ചെയ്തവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. എന്റെ ജീവിതത്തില് ഒരു രോഗാവസ്ഥ, എന്റെ ജീവിതത്തിലെ പല പല രോഗാവസ്ഥകൾ കടന്നു വരുമ്പോഴും ആദ്യമായി ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നപ്പോൾ രോഗസൗഖ്യത്തോടെയും അഭിഷേകത്തിന്റെ അഗ്നിയോടെയും കർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കുവാനിടയായി. എന്നാൽ അന്ന് എനിക്ക് മനസ്സിലായി യേശു കർത്താവ് രോഗസൗഖ്യം തരുന്ന ദൈവമാണെന്ന്. അതിനുശേഷം എന്നെ ചെറുപ്പപ്രായത്തിൽ എന്റെ മകൻ ജനിച്ചപ്പോൾ തന്നെ ഭർത്താവ് എന്നെ വിട്ടുപോയത് കാരണം എന്റെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ ഞാൻ ജീവിച്ചപ്പോൾ എനിക്ക് ഓരോ രോഗാവസ്ഥകൾ വരുമ്പോൾ എന്റെ പപ്പായെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, എന്റെ പപ്പയ്ക്ക് ഞാൻ കൂടുതൽ ബാധ്യതയാകരുത് എന്ന് ചിന്തിച്ച് ഞാൻ എന്റെ കർത്താവിൽ ആശ്രയിക്കുവാൻ തുടങ്ങി. വലിയ വലിയ രോഗാവസ്ഥകൾ ഓരോന്ന് കടന്നു വരുമ്പോഴും എന്റെ അപ്പനോട് ഞാൻ കൂടുതൽ ചേർന്നിരിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും എന്റെ കൂട്ടു സഹോദരങ്ങൾക്കും എന്റെ കൂട്ടുകാർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്യുമ്പോൾ കർത്താവ് എനിക്ക് രോഗസൗഖ്യങ്ങൾ തരുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കർത്താവിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ എന്ത് പ്രതികൂലം വന്നാലും, പ്രതിസന്ധി വന്നാലും, രോഗാവസ്ഥ വന്നാലും നമ്മൾ തളർന്നു പോകയില്ല. ഈ കർത്താവ് നമ്മളെ അങ്ങ് ചേർത്ത് പിടിക്കും, ചേർത്ത് നിർത്തുമെന്ന് എനിക്കൊരു വലിയൊരു ധൈര്യം എന്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ 2.5 വർഷങ്ങൾക്ക് മുൻപേ ആയപ്പോൾ പിന്നെ ശരീരത്തിൽ വളരെ ക്ലേശകരമായ അനുഭവങ്ങൾ കടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയും ടെസ്റ്റുകളൊക്കെയും ചെയ്തപ്പോൾ ലിവറിൽ ഒരു സിസ്റ്റർ ആണെന്ന് കണ്ടെത്തി. എന്നാൽ സ്വർഗീയ പിതാവ് എന്നോട് സംസാരിച്ചു, ഇത് നിന്നെ ലജ്ജിപ്പിക്കുവാനാണ്, ഞാൻ നിന്നെ സർജറിക്ക് വിട്ടുകൊടുക്കുകയില്ല എന്ന്. അരുളി ചെയ്തവൻ നിവർത്തിക്കുമെന്ന്. എന്റെ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് എനിക്ക് തന്നതായ രോഗസൗഖ്യങ്ങളിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ആ രോഗസൗഖ്യങ്ങളിൽ നിന്ന് എനിക്കുണ്ടായതായ ആ ധൈര്യത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് കൂടുതൽ ചേർന്ന് നിന്നാൽ നമുക്ക് വലിയ ധൈര്യമുണ്ടാകും. ഹല്ലേലൂയ. നമുക്ക് പത്രോസിന്റെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനഭാഗത്തിൽ